ബാറ്റ്മാന് അറിയാത്ത മാർഷൽ ആർട്സേ ഇല്ല. അതായത് പുള്ളിക്ക് അറിയാത്ത ഫൈറ്റ് സ്കിൽസ് തന്നെ ഈ ലോകത്ത് എവിടെയില്ല. പക്ഷേ നമ്മുടെ ബാറ്റ്മാന് മൂക്കുത്തി മുക്കറായിട്ടാൽ പോലും പഠിക്കാൻ പറ്റാത്ത ഒരു ഫൈറ്റിംഗ് സ്റ്റൈലുണ്ട്. ആക്ച്വലി അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്ലാക്ക് ആഡത്തിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാറ്റ്മാൻ കാണ്ടാക്കിലേക്ക് പോവാണ്. അങ്ങനെ ഇവർ ഒന്ന് രണ്ടൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും തല്ലാൻ വേണ്ടി റെഡിയാവാണ്. പക്ഷേ ബ്ലാക്ക് ആഡ് അവിടെ സൂപ്പർ ഓവർപവർഡായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ബാറ്റ്മാൻ നോർമൽ ഒരു ഹ്യൂമൺ ആണ്. അതുകൊണ്ട് തന്നെ ബാറ്റ്മാൻ ഈക്വൽ ടഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ആഡം പുള്ളിയുടെ ഹ്യൂമൻ ഫോമിലേക്ക്, അതായത് ടെത്താഡായിട്ട് മാറിയിട്ട് ബാറ്റ്മാനായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വരും. പക്ഷേ ആദ്യം നമ്മുടെ ബാറ്റ്മാൻ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെങ്കിലും കുറച്ച് നേരത്തിന് ശേഷം നമ്മുടെ ബ്ലാക്ക് ആഡം പുള്ളിയുടെ ഫൈറ്റിംഗ് സ്റ്റൈൽ തന്നെ മാറ്റിയിട്ട് കൂളായിട്ട് തന്നെ നമ്മുടെ ബാറ്റ്മാനെ ഡിഫീറ്റ് ചെയ്യാണ്. അപ്പോഴാണ് ബ്ലാക്ക് ആഡ് ഒരു കാര്യം പറയുന്നത്, ഇത് നിനക്ക് എന്തായാലും എന്നെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ഡ്രീറ്റി ശാസ്ത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാർഷൽ ആർട്സ് ആണ്. അതും ഈ മാർഷൽ ആർട്സ് ക്രിയേറ്റ് ആയിരിക്കുന്നത് ഇന്ത്യയിലാണെന്നും നമ്മുടെ ബ്ലാക്ക് ആഡം പറയുന്നുണ്ട്, ബൈ ദ ഗ്രേറ്റസ്റ്റ് ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഗ്രാൻഡൽ സാവേജ് എന്ന് പറയുന്ന ഒരാൾ കാരണം. എന്തുകൊണ്ടാണ് ഇത് നമ്മുടെ ബാറ്റ്മാന് പഠിച്ചെടുക്കാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇതിൻ്റെ മൊത്തം ഫൈറ്റിംഗ് സ്കിൽസും പഠിച്ചെടുക്കണമെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളാവും. നമ്മുടെ ബാറ്റ്മാൻ്റെ അമ്മായപ്പനായിട്ടുള്ള റാസാൽ ഗുലിന് ഇതിൻ്റെ ബേസിക് ഫോം പഠിച്ചെടുക്കാൻ വേണ്ടി തന്നെ പുള്ളിയുടെ മൊത്തം ലൈഫ് ടൈം തന്നെ വേണ്ടി വന്നു. നമ്മുടെ ബ്ലാക്ക് ആഡ് ആണെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിച്ചിട്ടുകൊണ്ട് പുള്ളിക്ക് ജീവിക്കാനും പറ്റും. അതുകൊണ്ടാണ് പുള്ളിക്ക് അത് പഠിച്ചെടുക്കാനും പറ്റും. പക്ഷേ ബാറ്റ്മാൻ ഹ്യൂമൺ ആണ്, പുള്ളിയുടെ ലൈഫ് ടൈം ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മുടെ ബാറ്റ്മാൻ തന്നെ അക്സെപ്റ്റ് ചെയ്തു പുള്ളിക്ക് പഠിച്ചെടുക്കാൻ പറ്റാത്ത ഒരേ ഒരു മാർഷൽ ആർട്ട് സ്കില്ല് ഇതാണെന്ന്.